നായികയെ വേണമെന്ന് പറഞ്ഞ് പേപ്പറിനകത്തൊക്കെ വരും. അതുപോലെ ഞാൻ ആ വീക്കിലി അതിനകത്തൊക്കെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കും. എനിക്ക് സിനിമ അന്ന് ഭയങ്കര ഹരമാണ്, എങ്ങനെയും സിനിമയിൽ കയറി വരും. അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. പക്ഷെ വീട്ടിൽ നിന്നൊന്നും അതിനുള്ള അനുവാദമില്ല. ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോഹാമിരുന്നത് ரொம்ப നല്ലത്. 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് തോന്നുന്നല്ലേ മത്സരത്തിന് ഇറങ്ങി, കലോത്സവത്തിന്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. പിന്നെ മോണോ ആക്ടിന് ഞാനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർക്ക് പേടിയും. വലിയ തൊള്ളിസ്റ്റോ ഇല്ല, സത്യമാണ്. ഓ ഇത്തവണ ഈ ചേച്ചി കൊണ്ടു +2 വരെ പിള്ളേർ ആലപ്പുഴ ജില്ലയില് ആരും കൊണ്ടുപോയിട്ടില്ല മോണാക്ട്. അവള് തന്നെ ഫസ്റ്റ്. കലോത്സവത്തിനൊക്കെ ജഡ്ജസ് ആയിട്ടൊക്കെ അടിയുണ്ടാക്കി 5ാം സ്ഥാനം 1ാം സ്ഥാനമൊക്കെ ആക്കും നമ്മള്. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് ആക്കി. സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർക്ക് മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് ഇഷ്ടമില്ല. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ ആ കുട്ടിക്ക് അവര് ഫസ്റ്റും കൊടുത്തു. പുതുമുഖ പരട്ടകളെ കൊണ്ടുവരുന്ന സംവിധായകരെ വേണം ചൂടുകൊണ്ടടിക്കാൻ. അതിനെക്കാട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇവിടെ. എടാ കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ. നീ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ഈ പിള്ളേരെ പറ്റിക്കല് നടക്കത്തില്ല എന്റെ മാമച്ച. കാരണം പുതിയ പ്രിൻസിപ്പൽ വരുന്നു. നമുക്ക് വർഷങ്ങളായിട്ട് ഇവിടുന്ന് പോകുന്നത്, ജില്ലയിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോ ആരാണ്ട് പറയുന്ന കേട്ടതാ, മുന്നേ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഓട്ടോയിൽ കയറത്തില്ലെന്ന്. ഞാൻ ആ വണ്ടിക്കകത്തൊന്ന് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് സാറിന് മുന്നേ പോയിരുന്ന അങ്ങ് കാര്യം ഞാൻ പറഞ്ഞു, സാറേ എല്ലാ വർഷവും ഇവിടെ പോകുന്നത്, സാറേ എന്തായാലും ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും, മറ്റേ കുട്ടി പുതിയ കുട്ടിയല്ലേ, നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അവര് സമ്മതിച്ചു. പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരും കൂടി വിട്ടു. എന്റെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ഷാളൂരിയൊക്കെ അടിക്കും ജഡ്ജസിന്. അതൊക്കെ എന്റെ വീട്ടിലുണ്ടാവും. ഞാൻ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. ഞാൻ പോകുന്നു. ബൈ.